ഹലോ ഓൾ, എല്ലാവർക്കും ക്രിസ്റ്റലിലേക്ക് സ്വാഗതം. UGC നെറ്റ് എക്സാമിനേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു യൂണിറ്റ് ആണ് ഇൻഫർമേഷൻ ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ഓർ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി എന്ന് പറയുന്ന ICT. ഈ ICT എന്ന് പറയുന്ന യൂണിറ്റ് പലപ്പോഴും നെറ്റ് ആസ്പിറൻസിനെ സംബന്ധിച്ചിടത്തോളം ടഫ് ആകാനുള്ള റീസൺ ബിയോണ്ട് സിലബസ് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ഭാവിയിൽ ഒരു സിലബസ് മാറ്റമൊക്കെ പ്രഡിക്റ്റ് ചെയ്യുന്ന സമയത്ത് ഈ ICTയിൽ കുറച്ചുകൂടെ കോമ്പണൻസ് ആഡ് ചെയ്യപ്പെടും. അപ്പൊ നിലവിൽ എന്താണ് സിലബസ് എന്നുള്ളതും ആ സിലബസിന് പുറമെയുള്ള ചില പ്രധാനപ്പെട്ട ടോപ്പിക്സ് എന്തൊക്കെയാന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് പഠിക്കാനുള്ള ഒരു ശ്രമം നോക്കാം. ഇന്ന് അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്ന ഒരു പ്രധാനപ്പെട്ട ടോപ്പിക് കമ്പ്യൂട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. വി ക്യാൻ എക്സ്പ്ലെയിൻ ദാറ്റ് പെർട്ടിക്കുലർ ടോപ്പിക്. അതിനു മുന്നേ നമുക്ക് എന്താണ് സിലബസ് എന്ന് നോക്കാം. അപ്പൊ എല്ലാവർക്കും ഈ ഒരു പെർട്ടിക്കുലർ സെഷനിലേക്ക് സ്വാഗതം പറഞ്ഞിട്ട് ഞാൻ സിലബസ് ഒന്ന് കാണിച്ചു തരാം. നമ്മുടെ എട്ടാമത്തെ യൂണിറ്റില് ICT എന്ന് പറയുന്ന ഒരു സിലബസ് ഉണ്ട്, ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി എന്ന് പറയുന്നത്. അപ്പൊ ICT ജനറൽ അബ്രീവിയേഷൻ ആൻഡ് ടെർമിനോളജി, ഇതാണ് ഒരു സബ് ടോപ്പിക്. രണ്ടാമത്തത് ബേസിക്സ് ഓഫ് ഇന്റർനെറ്റ്, ഇൻട്രാനെറ്റ്, ഇമെയിൽ, ഓഡിയോ ആൻഡ് വീഡിയോ കോൺഫറൻസിങ്. ദെൻ മൂന്നാമത്തെ ഡിജിറ്റൽ ഇനീഷ്യേറ്റീവ്സ് ഇൻ ഹയർ എഡ്യൂക്കേഷൻ. നാലാമത്തത് ICT ആൻഡ് ഗവേണൻസ്. ഇങ്ങനത്തെ 4 ടോപ്പിക്കേ ഉള്ളൂ. പക്ഷെ എന്തിനാ നമ്മൾ ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ഒരു യൂണിറ്റ് പഠിക്കുന്നത് എന്നുള്ളൊരു ചോദ്യം ചിലപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകും. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത്, ഈ ICTയുടെ പഠനം കൃത്യമായിട്ട് ഒരു ഡെവലപ്മെന്റിലോട്ട് എത്തുന്നത്, ഒന്ന്, നമ്മൾ ഈ കമ്പ്യൂട്ടർ എന്താണ്, കമ്പ്യൂട്ടറിന്റെ ബേസിക്സ് എന്താണ് തുടങ്ങിയുള്ള കാര്യങ്ങൾ പഠിച്ചു കഴിയുമ്പോൾ മാത്രമാണ് പിന്നീട് നമുക്ക് ICTയിലെ പല അബ്രീവിയേഷൻസ് മനസ്സിലാക്കാൻ പറ്റുക. ബേസിക്സ് ഓഫ് ഇന്റർനെറ്റ് മനസ്സിലാക്കാൻ പറ്റുക, ഇൻട്രാനെറ്റ് മനസ്സിലാക്കാൻ പറ്റുക, ഡിഫറെന്റ് നെറ്റ്വർക്ക് ഏരിയാസ് മനസ്സിലാക്കാൻ പറ്റുക. പിന്നെ അതുപോലെ കമ്പ്യൂട്ടർ ഉപയോഗിച്ചിട്ടുള്ള സോഫ്റ്റ്വെയർസിന്റെ ഡിഫറെന്റ് ഡിജിറ്റൽ ഇനീഷ്യേറ്റീവിലൂടെ എങ്ങനെയാണ് വരുന്നത്, ICT ഈ ഗവേണൻസും, അതിന് നമുക്ക് വേണമെങ്കിൽ ഈ ഗവേണൻസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലോട്ട് കൊണ്ടുവരാം. അപ്പൊ ഇങ്ങനത്തെ ഒക്കെ ടോപ്പിക് വരണമെന്നുണ്ടെങ്കിൽ ദർ ഷുഡ് ബി വൺ പെർട്ടിക്കുലർ സിസ്റ്റം ബിഫോർ അസ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കുന്നത് എന്റെ ലാപ്ടോപ്പ് എന്നാണ്. ലാപ്ടോപ്പ് എന്നുള്ളത് കമ്പ്യൂട്ടറിന്റെ ഒരു ജനറേഷൻ എങ്ങനെ കയറി വന്ന സമയത്ത് ഉണ്ടായിട്ടുള്ള മറ്റൊരു മോഡിഫിക്കേഷൻ ആണ്. നമുക്ക് മൊബൈൽ ഫോൺ പണ്ട് നോക്കിയുടെ 1.1 മുതൽക്ക് ഇപ്പോൾ ആൻഡ്രോയിഡും iOSും സ്മാർട്ട് ഫോൺസ് ഒരുപാട് പല വേർഷൻസിൽ വരുന്നുണ്ട് എന്ന് പറയുന്നത് പോലെ ഓരോ ജനറേഷൻ ആയിട്ടാണ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ബേസിക്സ് ഓഫ് ഈ കമ്പ്യൂട്ടർ പഠിച്ചിട്ടേ നമ്മൾ ഈ ബാക്കിയുള്ള ഫർദർ ടോപ്പിക്സിലോട്ട് പോകാൻ പാടുള്ളൂ. അതുകൊണ്ടാണ് ഈ ടോപ്പിക്ക് നിങ്ങളുടെ ഡിസ്കഷന്റെ ഭാഗമായിട്ട് നമ്മൾ ഇന്ന് വെക്കുന്നത്. അപ്പോ നമുക്ക് എന്ത് ചെയ്യാം, ഇന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്ന ടോപ്പിക്സ് ഇന്നതൊക്കെയാണ്. ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ, അതിൽ തന്നെ ഡിഫറെന്റ് ജനറേഷൻസ് നമ്മൾ പറയും, ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും തമ്മിലുള്ള ഡിഫറൻസുകൾ പരിചയപ്പെടുത്തി തരും. എന്താണ് റാം, എന്താണ് റോം, എന്താണ് CPU, അതുപോലെ NIC എന്താണ് തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പൊ ICT എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് സംതിങ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി. ഇത് എല്ലാ മേഖലയിലും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുള്ള. നിങ്ങൾ ഈ പിക്ചർ തന്നെ നോക്കിക്കേ, തംബ്നെയിലും നിങ്ങൾ ഈ പിക്ചർ കണ്ടിട്ടുണ്ടാവും അല്ലെ. നോക്കി, ഈ ICTയിൽ നിന്നും പുസ്തകത്തിലോട്ട് കണക്ട് ചെയ്യാം, ഡിജിറ്റൽ ബുക്കുകളായിട്ട് പുതിയ ആശയങ്ങൾ കൊണ്ടുവരാൻ പറ്റും, പുതിയ കോൺസെപ്റ്റ് കൊണ്ടുവരാൻ വേണ്ടി പറ്റും, ഫുഡ് പ്രൊഡക്റ്റ് ആക്കാൻ പറ്റും. അങ്ങനെ പല ടെക്നോളജി, പല ഇന്നോവേഷൻസിലോട്ട് ഈ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി വരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അതാണ് ഈ ഒരു ടോപ്പിക്കിന്റെ ഒരു ചുരുക്കം. വളരെ വിശാലമായിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഉള്ള മേഖലയാണ് ICT എന്ന് പറയുന്നത്. അതുകൊണ്ട് കൃത്യമായിട്ട് പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ്. സോ വി ആർ ഹാവിംഗ് ദിസ് പെർട്ടിക്കുലർ ഡിസ്കഷൻ, ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. അപ്പൊ ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ പറയുമ്പോൾ എന്താണ് കമ്പ്യൂട്ടർ എന്ന് നമ്മൾ പറയണല്ലോ. കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി ഒരു ഇലക്ട്രോണിക് ഡിവൈസ് ആണ്, അല്ലാതെ നമ്മുടെ വീട്ടിലെ അലമാര പോലെ അല്ല. സിംപ്ലി സെയിം കേട്ടോ, ഇതൊരു ഇലക്ട്രോണിക് ഡിവൈസ് ആണ്. അതിൽ ഇൻപുട്ട് റിസീവ് ചെയ്യും, സ്റ്റോർ ചെയ്യും, അത് പ്രോസസ് ചെയ്യും, എന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അത് ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ചിട്ട് അത് പ്രോസസ് ചെയ്തിട്ട് ഔട്ട്പുട്ട് തരും. ഇതിനെയാണ് കമ്പ്യൂട്ടർ എന്ന് പറയാം. സോ കമ്പ്യൂട്ടർ എന്ന ഒരു ഇലക്ട്രോണിക് ഡിവൈസ് ആണ്. അത് ഇൻപുട്ട് സ്വീകരിക്കും, അതിന് നമ്മൾ ഡാറ്റ എന്നൊക്കെ വിളിക്കും, എന്നിട്ട് എന്ത് ചെയ്യും, അത് പ്രോസസ് ചെയ്യും, എന്ത് ഇൻസ്ട്രക്ഷൻ അടിസ്ഥാനത്തിലാണോ അതിനനുസരിച്ച് അത് പ്രോസസ് ചെയ്യും, എന്നിട്ട് നമുക്കൊരു ഔട്ട്പുട്ട് തരും. ഓക്കെ, ഫൈൻ. അങ്ങനെ ആ ഔട്ട്പുട്ടിനെ ഫൈനലി വിളിക്കുന്ന പേരാണ് നമ്മൾ ഇൻഫർമേഷൻ എന്നുള്ളത്. അപ്പൊ ഡാറ്റ പ്രോസസ് ചെയ്തിട്ട് ഒരു ഇൻഫർമേഷൻ ആയിട്ട് മാറ്റുന്നു. ഇങ്ങനെയാണ് കമ്പ്യൂട്ടർ വർക്ക് ചെയ്യുന്നത്. അതിനാണ് ഇൻപുട്ട് പ്രോസസ് ഔട്ട്പുട്ട് മോഡൽ. 3 സ്റ്റേജുകൾ. ഒന്ന് ഇൻപുട്ട് കൊടുക്കുക, അത് പ്രോസസ് ചെയ്തെടുക്കുക, ഔട്ട്പുട്ട് ആയിട്ട് വരിക. അങ്ങനെ ഒരു പ്രോസസ്സാണ് എന്തുള്ളത്, ഈ കമ്പ്യൂട്ടർ സിസ്റ്റത്തിന്, മെക്കാനിസത്തിന് ഉള്ളതെന്ന് മനസ്സിലാക്കി വെക്കുക. അതാണ് ഇവിടെ ഒരു ടാബിലെ ഒരു ഫ്ലോ ചാർട്ടായിട്ട് കൊടുത്തിരിക്കുന്നതും. സോ കമ്പ്യൂട്ടർ ഇൻപുട്ടിനെ വിളിക്കുന്ന പേരാണ് ഡാറ്റ എന്നുള്ളത്, ആൻഡ് ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട് പ്രോസസ്സിന് ശേഷം. ഓക്കെ, അതിനെ വിളിക്കുന്ന പേരാണ് ഇൻഫർമേഷൻ എന്നുള്ളത്.
അപ്പോൾ നമ്മൾ എന്ത് ഇൻഫർമേഷൻ ഡാറ്റ കൊടുക്കുന്നോ അത് ഔട്ട്പുട്ട് ആയിട്ട് നമുക്ക് കിട്ടുന്നു ആഫ്റ്റർ എ പ്രോസസ്. അതുകൊണ്ടാണ് ഇൻപുട്ട് പ്രോസസ് ഔട്ട്പുട്ട് മോഡലാണ് കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ഒരു വർക്കിംഗ് സിസ്റ്റം. അപ്പൊ അതുകൊണ്ട് ഇത് വളരെ സിംപ്ലിഫൈ ചെയ്ത് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഇത് മൊബൈൽ കമ്മ്യൂണിക്കേഷൻ ആണെങ്കിൽ പോലും നമ്മൾ പലപ്പോഴും കമ്മ്യൂണിക്കേഷൻ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ എന്താണ് സെൻഡർ, റിസീവർ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പഠിക്കാറുണ്ട് അല്ലെ. ഡിഫറെന്റ് മോഡൽസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്നതുപോലെ ഈ ഒരു ഇൻഫർമേഷനും ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇത് ക്ലിയർ അല്ലേ? സിമ്പിൾ അല്ലേ? ഒരു ബേസിക് ഐഡിയ കിട്ടുന്നുണ്ടല്ലോ വാട്ട് ഈസ് കമ്പ്യൂട്ടർ എന്നുള്ളത്. കമ്പ്യൂട്ടർ മനസ്സിലാക്കിയതിനു ശേഷം നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് കമ്പ്യൂട്ടർ ഇന്നും ഇന്നലെയും പെട്ടെന്നുണ്ടായ ഒന്നൊന്നല്ല. അതിൽ ഡിഫറെന്റ് ജനറേഷൻ വരുന്നുണ്ട്. നിങ്ങൾ നോക്കിക്കേ, ആദ്യത്തെ ജനറേഷനാ ഇതാണ് കമ്പ്യൂട്ടർ. ഇതിലെവിടെ കമ്പ്യൂട്ടർ നിങ്ങൾ ആലോചിക്കണ്ട. ഈ ടോട്ടലി ഉള്ള ഈ മെക്കാനിസം ഫുള്ള് ഉൾപ്പെടുന്നതിനാണ് കമ്പ്യൂട്ടർ എന്ന് വിളിക്കുന്നത്. സെക്കൻഡ് ജനറേഷൻ എത്തുമ്പോൾ ഉണ്ടോ ഒന്നും കൂടി സിംപ്ലിഫൈ ചെയ്തു. തേർഡ് ജനറേഷൻ എത്തുമ്പോൾ ഒരു മോണിറ്ററും ഒരു കീബോർഡും ചെറിയൊരു ബോക്സിലോട്ട് എത്തി. അതിന്റെ ഫെർദർ വെർഷനായി ഫോർത്ത് ജനറേഷനിൽ. ഇന്നത്തെ ഫിഫ്ത്ത് വെർഷൻ വളരെ സിമ്പിളാ. ഒരു കീബോർഡ് ഉണ്ടാവും, മോണിറ്റർ ഉണ്ടാവും, മൗസ് കണക്ട് ചെയ്യും, CPU വരും. ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് വരുന്നത്. ഓക്കെ, അങ്ങനെ ഒരു ജനറേഷൻ വഴിയാണ് കമ്പ്യൂട്ടറുകൾ വന്നിട്ടുള്ള ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കിയെടുക്കുക. നിങ്ങൾ ഈ പിക്ചറിലോട്ട് നോക്കിക്കേ. കാരണം ഈ പിക്ചറിന് ശേഷം ഞാൻ ഇതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇൻഫോർമേഷന്റെ ഒരു ടേബിളാണ് നിങ്ങൾ കാണിക്കാൻ പോകുന്നത്. അതിനു മുന്നേ നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ വേണ്ടേ? ഫസ്റ്റ് ജനറേഷൻ, സെക്കൻഡ് ജനറേഷൻ, തേർഡ് ജനറേഷൻ, ഫോർത്ത് ജനറേഷൻ ആൻഡ് ഫിഫ്ത്ത് ജനറേഷൻ. ഓക്കെ, ഇനി നോക്കിക്കേ, ഞാൻ നിങ്ങളൊരു ടാബിലോട്ട് കൊണ്ടുപോകണം. ഇവിടെ ഫസ്റ്റ് ജനറേഷന്റെ കാലഘട്ടം 1940-56 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെക്കൻഡ് വേൾഡ് വാർ നടക്കുന്ന സമയത്താണ് കമ്പ്യൂട്ടിംഗ് സിസ്റ്റം ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഒന്ന് പഠിച്ചു വെക്കുക. ഫസ്റ്റ് ജനറേഷൻ വരുന്നത് സെക്കൻഡ് വേൾഡ് വാറിന്റെ കാലഘട്ടത്തിലാണ് ആരംഭിക്കുന്നത്. പഠിച്ചാൽ മതി അപ്പം മുതൽക്കാണെന്നുള്ളത്. ഓക്കെ, അന്ന് വാക്യൂം ട്യൂബിന് പോലുള്ള ആൾക്കാരാണ് സർക്യൂട്ടുകളായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. 20 KB ആണ് മെമ്മറി കപ്പാസിറ്റി. ഇന്ന് നിങ്ങൾ 20 KB അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഭയങ്കര ബുദ്ധിമുട്ടല്ലേ? അതിൽ പ്രോസസ്സിംഗ് സ്പീഡും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പറയുന്നത്. പിന്നെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അസംബ്ലി ലാംഗ്വേജ് ആണ്. പിന്നീട് നിങ്ങൾ ഈ വാക്കുകൾ കേട്ടിട്ടുണ്ടാവും, C++, ജാവ. അപ്പൊ C++ കഴിഞ്ഞിട്ട് വരുന്ന അടുത്ത സ്റ്റേജ് ആണ് ജാവ എന്നുള്ളത്. ഇതൊക്കെ നിങ്ങൾ പലപ്പോഴും അവിടെ ഇവിടെയൊക്കെ കേട്ടിട്ടുണ്ട്. നമ്മൾ അതിനൊന്ന് ജസ്റ്റ് ഒന്ന് ഈ ടാബുലേഷനിലൂടെ ഒന്ന് മനസ്സിലാക്കാനുള്ള ശ്രമം മതി. ഇൻഡെപ്തിൽ പഠിച്ചു പോകേണ്ടതല്ല, ബട്ട് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. പിന്നെ ഇതിനുള്ള എക്സാമ്പിൾസ് ആണ്, ആദ്യകാല എക്സാമ്പിൾസ് ആണ് യൂണിവാക്കും എഡ്വാക്കും. അപ്പൊ ഇതെന്താന്ന് പോയാണെങ്കിൽ പരീക്ഷയ്ക്ക് ചോദിക്കാം. അതുകൊണ്ട് ഇങ്ങനത്തെ ഇൻഫർമേഷൻ പഠിച്ചു വെക്കാം. യൂണിവാക്ക്, എഡ്വാക്ക് ആർ റിലേറ്റഡ് ടു വാട്ട്? കമ്പ്യൂട്ടിംഗ് സിസ്റ്റംസ്. അങ്ങനെ പരീക്ഷയ്ക്ക് വേണമെങ്കിൽ ചോദിക്കാം. പിന്നീട് 1956-63 സമയത്ത് ട്രാൻസിസ്റ്റർ ഉപയോഗിച്ചിട്ട് കമ്പ്യൂട്ടർ പ്രവർത്തിക്കാൻ തുടങ്ങി. ഒരു 128 KB സ്റ്റോറേജ് കപ്പാസിറ്റി, മെമ്മറി കപ്പാസിറ്റിയിൽ വരുന്നുണ്ട്. ഓക്കെ, 300 IPS തന്നെ ഇവരുടെ സ്പീഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതിൽ ഒരുപാട് ഡിഫറെന്റ് ലാംഗ്വേജുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഫോർട്രാൻ, കൊബോൾ, ആൽഗോൾ എന്ന് പറയുന്ന പഴയ സെക്കൻഡ് ജനറേഷൻ ലാംഗ്വേജുകൾ. അതിന് എക്സാമ്പിളാണ് IBM മോഡലുകൾ എന്ന് പറയുന്നത്. അതുപോലെ യൂണിവാക്കിന്റെ മറ്റൊരു വേരിയന്റ്. IBMന്റെ മറ്റൊരു മോഡൽ 360 സീരീസും വേറെ സീരീസും വരുന്ന തേർഡ് ജനറേഷൻ വരുന്നുണ്ട്. അവിടെ പ്രത്യേകത എന്താ വെച്ചാൽ ഈ തേർഡ് ജനറേഷൻ മുതൽക്കാണ് IC ചിപ്പുകൾ വരുന്നത്. നമ്മളിപ്പോ ഇന്ന് കാണുന്ന കുഞ്ഞു ചിപ്പുകൾ ഉണ്ടല്ലോ, IC ചിപ്പുകൾ, അത് വരുന്ന അപ്പം മുതൽക്കാണ്. 1 MB അതാണ് മെമ്മറി കപ്പാസിറ്റി ഉണ്ടായിരുന്നത്. IBMന്റെ മറ്റൊരു സീരീസ് വരുന്നു. ഫോർത്ത് ജനറേഷന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇപ്പോഴും അത് ഓടുന്നുണ്ട് എന്നുള്ളതാണ്. മൈക്രോ പ്രോസസർ എന്ന് പറയുന്ന ചെറിയ പ്രോസസ്സറുകളൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഇത് റണ്ണിങ് ചെയ്യുന്നത്, സർക്യൂട്ട് ഓടുന്നത്. സെമി കണ്ടക്ടർ ആണ് ഉപയോഗിക്കുന്നത്. വെരി ഹൈ മെമ്മറി കപ്പാസിറ്റി ഉണ്ട്. തേർഡ് ജനറേഷനേക്കാളും ഡെഫിനറ്റ്ലി സ്പീഡും പ്രോസസിംഗ് സ്പീഡൊക്കെ ആർക്കുണ്ടാവും? ഫോർത്ത് ജനറേഷൻ ഉണ്ടാവും. ഈ ഫോർത്ത് ജനറേഷനിലാണ് ജാവ വരുന്നത്. അങ്ങനെ പഠിച്ചു വെക്ക് ലിങ്ക് ചെയ്തിട്ട്. അവിടെയാണ് പെന്റിയം സീരീസ് മൾട്ടിമീഡിയ സ്റ്റിമുലേഷൻ എന്ന് പറയുന്നത്. ഈ പെന്റിയം സീരീസ് എന്താണെന്നൊക്കെ അറിയാൻ ഏറ്റവും നല്ലത് നിങ്ങൾ നിങ്ങളുടെ ലാപ്ടോപ്പോ കമ്പ്യൂട്ടർ എടുത്ത് നോക്കുന്ന സമയത്ത് അതിൽ ഒരു സൈഡിൽ ഉണ്ടാവും ഇന്റൽ, പെന്റിയം, കോർ, ഇങ്ങനത്തെ കുറെ വാക്കുകൾ ഉണ്ടാവും. അങ്ങനെ നോക്കിയാൽ മതി പെന്റിയം സീരീസ്. അപ്പൊ അങ്ങനെ ഒരു സീരീസ് ആണ് വരുന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. ഫിഫ്ത്ത് ജനറേഷൻ എന്ന് പറയുന്നത് ഇന്നും ഇതിനുശേഷം ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന സിസ്റ്റമാണ് വരുന്നത്. അൾട്രാ ലാർജ് സ്കെയിൽ ഇന്റഗ്രേഷൻ ടെക്നോളജിയാണ് ഇവിടെ ഉപയോഗിക്കുന്നത് സർക്യൂട്ടിന്റെ ഭാഗമായിട്ട്. അപ്പൊ ഈ ULSI എന്നുള്ള വാക്കൊന്ന് അറിഞ്ഞിരുന്നോണ്ട് ചിലപ്പോൾ ഈ വാക്ക് മാത്രം പരീക്ഷയ്ക്ക് ചോദിക്കാം. VLSI അതായത് മൈക്രോ പ്രോസസർ, അതുപോലെ ULSI. മൈക്രോ പ്രോസസർ ആയിട്ടുള്ള VLSI ഫോർത്ത് ജനറേഷനിൽ, ഫിഫ്ത്ത് ജനറേഷനിൽ VLSI ഉപയോഗിക്കുന്നുണ്ട്, ULSI ഉപയോഗിക്കുന്നുണ്ട്. ഭയങ്കര ഫാസ്റ്റ് ആയിട്ടുള്ള പ്രോസസിംഗ് സ്പീഡാണെന്ന് നമുക്കറിയാം. ദെൻ എല്ലാ ലാംഗ്വേജുകളും ഇതിൽ ഉപയോഗിക്കുന്നുണ്ട്.
ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, റോബോട്ടിക്സ്, ഇങ്ങനത്തെ മേഖലകളെല്ലാം നമുക്ക് ഈ കമ്പ്യൂട്ടിംഗ് സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് വരികയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ ഇവിടുന്ന് സാധാരണ വരാൻ സാധ്യതയുള്ള ഒരു 3-4 ടൈപ്പ് ക്വസ്റ്റ്യൻസിന്റെ ഒരു ഏരിയ ഒന്ന് മാർക്ക് ചെയ്തേക്കാം. ഒന്ന് നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ളത് സർക്യൂട്ട് വെച്ചിട്ടായിരിക്കും. അപ്പൊ അതിൽ IC ചിപ്പുകൾ വരുന്നത് എപ്പോഴാണെന്നുള്ള ഒരു പക്ഷെ ചോദിക്കാം, ഒരു ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ VLSI, ULSI, 4th-ഉം 5th-ഉം. അപ്പൊ 3rd-ഉം 4th-ഉം 5th-ഉം സർക്യൂട്ട് ഒന്ന് ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെക്കുക. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ഈ പ്രോഗ്രാമിംഗ് ലാംഗ്വേജുമായി ബന്ധപ്പെട്ടിട്ട് C++ എന്ന് പറയുന്നതോടത്തായിരുന്നു 3rd ജനറേഷൻ ഉള്ളായിരുന്നെങ്കിൽ 4th ജനറേഷനിൽ ജാവ കൂടെ കയറി വരുന്നുണ്ട്. 5th-ൽ പിന്നെ ഏകദേശം എല്ലാം ഉണ്ടാവും, നിങ്ങൾക്ക് അറിയാലോ. പിന്നെ എക്സാമ്പിൾസിൽ യൂണിവാക്ക്, എഡ്വാക്ക് ഇവിടെ പറയുകയാണെന്നുണ്ടെങ്കിൽ പെന്റിയം സീരീസ് 4th മുതൽക്കാണെന്നുള്ളതും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും കാര്യങ്ങളെല്ലാം ഇപ്പോഴത്തെ ജനറേഷന്റെ കൂടെയാണെന്നുള്ളത്. അങ്ങനെ ഈ ബ്ലൂ കളറിൽ ഇട്ടിരിക്കുന്ന കാര്യങ്ങൾ ഒരു പക്ഷേ പരീക്ഷയ്ക്ക് നേരിട്ട് ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുള്ള ഏരിയ ആണ്. അതുകൊണ്ട് അത് മിസ്സാക്കരുത്. ഒന്ന് കൃത്യമായിട്ടൊന്ന് നോക്കിക്കേ, ഒന്ന് പെട്ടെന്ന് കണ്ണോടിച്ച് നോക്കിക്കേ. ഇതാണ് ബേസിക്കലി അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ്സ്. ഇത് നിങ്ങൾ കൃത്യമായിട്ടൊന്ന് അറിഞ്ഞിരിക്കുക. ചിലപ്പോൾ ഇവിടുന്ന് പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ ചോദിക്കുക. അതുകൊണ്ടാണ് ഈ ടാബുലേഷൻ വെച്ച് പഠിപ്പിച്ചത്. ഇനി നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് എന്താണ് ഒരു കമ്പ്യൂട്ടറിന്റെ ഹാർഡ്വെയർ, മറ്റൊന്ന് സോഫ്റ്റ്വെയർ എന്നുള്ളത്. കമ്പ്യൂട്ടറിൽ നമ്മൾ പുറമേ കാണുന്നത് എന്തോ അതിന് ഹാർഡ്വെയർ എന്ന് വേണമെങ്കിൽ വിളിക്കാൻ പറ്റും. ദാറ്റ് ഈസ് ദേ ആർ ദ ഫിസിക്കൽ എലമെന്റ്സ് ഓഫ് എ കമ്പ്യൂട്ടർ സിസ്റ്റം. ഓക്കെ, ഫോർ എക്സാമ്പിൾ നിങ്ങൾ കമ്പ്യൂട്ടറിന്റെ ഒരു മോണിറ്റർ കാണുന്നുണ്ട്, അത് ഹാർഡ്വെയർ ആണ് കേട്ടോ. അതിൽ ഇൻപുട്ട് ഡിവൈസുകൾ ഉണ്ടാവും, ചിലത് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, കേബിൾ വെച്ചിട്ട് കുത്താൻ പറ്റത്തില്ലേ. ചിലത് ഔട്ട്പുട്ട് ഡിവൈസ് ആണ്, ചിലത് എക്സ്റ്റേണലി വരുന്നതാണ്. ദെൻ സ്റ്റോറേജ് ഡിവൈസുകളാകാം, അങ്ങനെ പലതുണ്ട്. ടാഞ്ചിബിൾ ആണ്. ഏറ്റവും പ്രധാനപ്പെട്ട എന്താണ്, അത് തൊടാൻ പറ്റുന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. കാണുന്നത് നമുക്ക് തൊടാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഹാർഡ്വെയർ എന്ന് പറയുന്നത് കേട്ടോ. ഇലക്ട്രോണിക് ആൻഡ് അതർ മെറ്റീരിയൽസ് വെച്ചിട്ട് തന്നെയാണ് അത് ഉപയോഗിക്കുന്നത്. ഡാമേജ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അത് റീപ്ലേസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഈ മൗസ് എന്ന് പറയുന്നത് ഒരു ഹാർഡ്വെയർ ആണ്, ഇൻപുട്ട് ചെയ്യുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ ഇത് കേടുവന്നു കഴിഞ്ഞാൽ ഇത് മാറ്റാം എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. ഫൈൻ. അത് കണക്ട് ചെയ്തതിനു ശേഷം, സോഫ്റ്റ്വെയറുമായിട്ട് കണക്ട് ചെയ്തതിനു ശേഷം അത് ഫംഗ്ഷനിങ് ആരംഭിക്കും എന്ന് പറയുന്ന കാര്യം. അതേസമയത്ത് സോഫ്റ്റ്വെയർ നിങ്ങൾ കേട്ടിട്ടില്ല, ഡിഫറെന്റ് സോഫ്റ്റ്വെയറിന്റെ ഡാമേജ് ആണെന്ന് നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും. സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ കളക്ഷൻ ഓഫ് ഇൻസ്ട്രക്ഷൻ ആണ്. കമ്പ്യൂട്ടർ എങ്ങനെ പെർഫോം ചെയ്യണം, ഹൗ ടു പെർഫോം എ പെർട്ടിക്കുലർ ടാസ്ക് എന്ന് പറയുന്നതാണ് സോഫ്റ്റ്വെയർ എന്നുള്ളത്. ഓക്കെ, അതുകൊണ്ട് തന്നെ സിസ്റ്റം സോഫ്റ്റ്വെയറും ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആയിട്ട് രണ്ട് രീതിയിലുണ്ട്. ഒന്ന് സിസ്റ്റം ഓടാനുള്ളത്. ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്നുള്ളൊരു വാക്ക് കേട്ടിട്ടുണ്ടാവും. വിൻഡോസ് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്, ലിനക്സ് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്, അത് സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ്. അതേ സമയത്ത് ഞാൻ അഡീഷണലി ഇപ്പൊ സൂം എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യണം, അത് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്. അത് നമുക്ക് തൊടാൻ പറ്റുമോ, ഇൻടാൻജിബിൾ ആണ്. ഓക്കെ, ഇൻസ്ട്രക്ഷൻസ് യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലൂടെയാണ് ആ സിസ്റ്റം ഒക്കെ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഡാമേജ് ആയി കഴിഞ്ഞാൽ റീഇൻസ്റ്റാളേഷൻ നടത്തണം, അൺഇൻസ്റ്റാൾ ചെയ്യുക, റീഇൻസ്റ്റാൾ ചെയ്യുക തുടങ്ങിയുള്ള കാര്യങ്ങൾ കേട്ടോ. ഷുഡ് ബി ഇൻസ്റ്റാൾഡ് ടു ഫംഗ്ഷൻ. ഇൻസ്റ്റാളേഷനും പ്രോപ്പർ റണ്ണിങ്ങും ആ സോഫ്റ്റ്വെയർ നടത്തിയിരിക്കണം. ഇത് സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ലോജിക്കലി പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാൻ പറ്റുന്ന ഇൻഫർമേഷൻ അല്ലേ, ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും തമ്മിലുള്ള ഡിഫറൻസ്. യെസ്, ഒന്ന് പെട്ടെന്ന് ആ പോയിന്റ്സ് ഒന്നൊന്ന് അടിവരട്ടിരിക്കുന്ന പോയിന്റുകൾ മാത്രം ഒന്ന് കമ്പയർ ചെയ്തൊന്ന് വായിച്ചു നോക്കിക്കേ, എന്നിട്ട് ഇപ്പൊ തന്നെ പഠിച്ചു പോവാ. ഞാൻ ഈ ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് നിങ്ങൾ ഒരിക്കലും പിൽക്കാലഘട്ടത്തേക്ക് മാറ്റി വെക്കാനോ ഒന്നിനും നിൽക്കരുത്. ഇപ്പോൾ തന്നെ അത് പഠിച്ചു പോകേണ്ട ഒരു ടോപ്പിക്കാണ്. കാരണം ഇത് ബേസിക് ക്ലാസ് ആണ്. ഈ ബേസിക് ക്ലാസ് പഠിച്ചു കഴിഞ്ഞിട്ടാണ് നമുക്ക് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ICTയുടെ പോർഷൻസ് എടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കാനൊക്കെ ശ്രമിക്കാം. ഫൈൻ. ഓക്കെ, ഇനി നിങ്ങൾ നോക്കിക്കേ, മോണിറ്റർ ഒരു കമ്പ്യൂട്ടറിന്റെ ഡിഫറെന്റ് ഭാഗങ്ങൾ അറിയാത്തവർക്ക് വേണ്ടി ജസ്റ്റ് പരിചയപ്പെടുത്താണ്. മോണിറ്റർ, കീബോർഡ്, മൗസ്, പ്രിന്റർ. കണ്ടോ, പ്രിന്റർ പറഞ്ഞ ഒരു ഔട്ട്പുട്ട് ഡിവൈസ്, നമുക്ക് പുറത്തോട്ട് സാധനം കിട്ടുന്നതല്ലേ. ഹാർഡ് ഡിസ്ക്, CPU, സ്പീക്കർ, പെൻഡ്രൈവ്, ഹെഡ്ഫോൺ, UPS, ഇങ്ങനത്തെ പല ഡിവൈസുകൾ ഇതൊക്കെ നമുക്ക് കാണുന്നുണ്ട്. ഇതെല്ലാം എന്താണ്, ഹാർഡ്വെയറുകളാണ്, സോഫ്റ്റ്വെയറുകളല്ല. ഹാർഡ്വെയറുകളാണെന്നുള്ള കാര്യം കൂടി ഒന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ. എക്സാമ്പിൾസ് ആയിട്ട് കൊടുത്തിരിക്കുന്നതാണ്. സോഫ്റ്റ്വെയർ പിന്നെ നിങ്ങൾക്ക് ഇഷ്ടംപോലെ എക്സാമ്പിൾസ് ഉണ്ട്. എല്ലാ സോഫ്റ്റ്വെയർസും നമുക്ക്
എക്സാമ്പിൾ ആയിട്ട് പറയാൻ വേണ്ടി പറ്റും നിങ്ങളുടെ സിസ്റ്റത്തിന്റെ അകത്തുള്ളത്. ഇനി നമ്മളുടെ ഡിസ്കഷന്റെ ഭാഗമായിട്ട് അപ്പൊ നമ്മൾ ഇതുവരെ എന്തൊക്കെ കവർ ചെയ്തു? ഒന്ന് ജനറേഷൻസ് പഠിച്ചു, ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും പഠിച്ചു. ഇനി നമ്മൾ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട എക്സാമിനേഷന് നമുക്ക് കോൺസെപ്റ്റിലൊക്കെ ചോദ്യം ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ടെർമിനോളജീസ് വെച്ചിട്ടുള്ള ഒരു പരിചയപ്പെടുത്തലാണ് ഇനി നടത്തുന്നത്. അടുത്തൊരു 10 മിനിറ്റ് നേരം കൃത്യമായിട്ട് ഒന്ന് ശ്രദ്ധിച്ചു കേൾക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ റാമും റോമും കേട്ടിട്ടുണ്ടോ? റാം ആൻഡ് റോം എന്നുള്ളത്. ഈ റാം എന്ന് പറയുന്നത് റാൻഡം ആക്സസ് മെമ്മറിയാണ്. റാൻഡം ആക്സസ് മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കമ്പ്യൂട്ടർ ഓൺ ആക്കിയിരിക്കുകയാണ്. ഇപ്പൊ ഞാൻ ലാപ്ടോപ്പ് ഓൺ ആക്കിയിരിക്കുകയാണ്. ഇപ്പോൾ ഓടുന്ന മെമ്മറി എന്താണോ ദാറ്റ് ഈസ് സിംപ്ലി കോൾഡ് ആസ് റാൻഡം ആക്സസ് മെമ്മറി എന്ന് പറയുന്നത്. ഇതൊരു ഹാർഡ്വെയർ ആണ് ഇൻ കമ്പ്യൂട്ടിംഗ് ഡിവൈസ്. അതായത് നമ്മുടെ ഈ ഒരു സിസ്റ്റത്തിന്റെ അകത്തുള്ളതാണ് റാം എന്ന് പറയുന്ന ഒരു കാർഡ്. അത് എന്ത് ചെയ്യും? നമ്മുടെ സിസ്റ്റത്തിന് ടെമ്പററി സ്റ്റോറേജ് ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് ഇതിലെ കീവേഡ്. ടെമ്പററി സ്റ്റോറേജ് ആണ് റാം എന്നുള്ളത്, റാൻഡം ആക്സസ് മെമ്മറി എന്ന് പറയുന്നത്. ഇത് കമ്പ്യൂട്ടറിന്റെ മെയിൻ മെമ്മറി കൂടിയാണ്. അതായത് ഞാനിപ്പോൾ സിസ്റ്റം ഫങ്ഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കമ്പ്യൂട്ടർ ഇപ്പോൾ ഓൺ ആക്കിയിരിക്കുകയാണ്. ആ കമ്പ്യൂട്ടർ ഓൺ ആക്കിക്കൊണ്ടിരിക്കുന്ന സമയത്തുള്ള മെമ്മറി സിസ്റ്റം കാര്യങ്ങൾ, ഞാൻ പല ആപ്ലിക്കേഷൻസ് തുറന്നു, പല സ്ഥലത്തോട്ട് ഞാൻ പോയി, അപ്പോൾ ഉള്ളത് എന്താണോ അതാണ് റാം എന്ന് പറയുന്നത്. ഞാൻ കമ്പ്യൂട്ടർ ഓഫ് ആക്കി കഴിഞ്ഞു, അപ്പൊ പിന്നെ നമുക്ക് ആ ഡാറ്റ ഒന്നും കിട്ടത്തില്ലല്ലോ. അതാണ് റാമിന്റെ പ്രത്യേകത കേട്ടോ. സോ ഇത് കമ്പ്യൂട്ടറിന്റെ മെയിൻ മെമ്മറി ആണെന്ന് അറിഞ്ഞിരിക്കുക. is faster to read from and write to than secondary storage. അതായത് നമുക്ക് ഡിഫറെന്റ് സ്റ്റോറേജ് സിസ്റ്റം ഉണ്ട്. അത് നമുക്ക് സ്പെസിഫിക്കലി പഠിക്കേണ്ട ചില ടോപ്പിക്കുകളാണ്. അതിൽ ഉള്ള ഒന്നാണ് നമ്മൾ ഒരു സിസ്റ്റത്തിൽ ഇൻഫോർമേഷൻ ഡാറ്റ സ്റ്റോറേജ് ചെയ്യുന്നത് ഒന്ന് റാം വഴിയാണ്. റാം അല്ലാതെ നമ്മൾ ഉപയോഗിക്കുന്ന വഴികളാണ് ഹാർഡ് ഡിസ്ക് ഡ്രൈവ് എന്ന് പറയുന്നത്. ഹാർഡ് ഡിസ്ക് നിങ്ങൾ കണ്ടിട്ടില്ല, എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്കിൽ കയറ്റുക എന്ന് പറയുന്നത്, അതിനാണ് നമ്മൾ HDD എന്ന് പറയാം. അതേ സമയത്ത് SSD സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവ് എന്ന് പറയുന്ന മറ്റൊന്നുണ്ട്, SSD കാർഡ്. ഇത് എന്തിനാണെന്ന് വെച്ചാൽ നിങ്ങൾ പലപ്പോഴും ഈ നിങ്ങളുടെ ലാപ്ടോപ്പോ സിസ്റ്റം ഒക്കെ ഫങ്ഷനിങ് കുറവാണെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും കമ്പ്യൂട്ടർ ഷോപ്പിൽ കൊണ്ടുകൊടുക്കുമ്പോൾ അവർ പറയും SSD ചെയ്താൽ മതി എന്ന് പറയും. എന്ന് പറഞ്ഞാൽ അഡീഷണൽ സ്റ്റോറേജ് കൊടുക്കുക. അപ്പൊ നിങ്ങളുടെ സിസ്റ്റം സ്റ്റോറേജ് ഇല്ലാതെ പെർഫോമൻസ് കുറയില്ല, അത് ഇതിലോട്ട് മാറ്റും. അപ്പൊ അതാണ് ഒരു സ്റ്റോറേജ് കപ്പാസിറ്റി ആണ് എന്ത് HDD ആൻഡ് SSD എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ കീ വേർഡ്സും, അതായത് നമ്മൾ അബ്രിവേഷൻസ് ഒന്നും നമുക്ക് പഠിക്കാനുണ്ടല്ലോ, അതിന്റെ ഭാഗമായിട്ട് പഠിച്ചേക്ക് ഹാർഡ് ഡിസ്ക് ഡ്രൈവും സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവുകളും. ഈ ഡ്രൈവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിനേക്കാളും വളരെ ഫാസ്റ്റ് ആയിട്ട് റീഡ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് എന്ത് റാം എന്ന് പറയുന്നത്. പക്ഷെ റാമിന്റെ പ്രത്യേകത ഞാൻ പറഞ്ഞ പോലെ വോളറ്റൈൽ ആണ്. സിസ്റ്റം ഓൺ ആക്കിയിരിക്കുന്ന സമയത്ത് മാത്രമേ അത് ഫംഗ്ഷൻ ചെയ്യുള്ളൂ. ഇറ്റ് റീറ്റെയിൻസ് ഡാറ്റ ഓൺലി ആസ് ലോങ് ആസ് ദ കമ്പ്യൂട്ടർ ഈസ് ഓൺ. കമ്പ്യൂട്ടർ ഓൺ ആയിരിക്കുന്ന സമയത്തുള്ള ഡാറ്റ എന്താണോ ദാറ്റ് ഈസ് സിംപ്ലി കോൾഡ് ആസ് റാം, റാൻഡം ആക്സസ് മെമ്മറി. അതേ സമയത്ത് നിങ്ങൾ കമ്പ്യൂട്ടറിന് ഒരു പെർമനന്റ് മെമ്മറി ഉണ്ടാവും, ഇങ്ങനെ നഷ്ടപ്പെട്ടു പോകാത്തൊരു മെമ്മറി. അതിനെ വിളിക്കുന്ന പേരാണ് റീഡ് ഓൺലി മെമ്മറി. റീഡ് ഓൺലി മെമ്മറി, റീഡ് ഓൺലി മെമ്മറി, അതാണ് റോം എന്ന് പറയുന്നത്. ഇറ്റ്സ് എ നോൺ വോളറ്റൈൽ മെമ്മറി ഇൻ കമ്പ്യൂട്ടർ. ദാറ്റ് മീൻസ് ഇൻഫർമേഷൻ ഈസ് പെർമനന്റ്ലി സ്റ്റോർഡ് ഇൻ ദ ചിപ്പ്. ആ ചിപ്പിൽ ഇൻഫർമേഷൻ പെർമനന്റ്ലി സ്റ്റോർ ചെയ്തിരിക്കും. അപ്പൊ ഇവിടെ ടെമ്പററി സ്റ്റോറേജ് ആണെങ്കിൽ ഇത് പെർമനന്റ് സ്റ്റോറേജ് ആണ്. അങ്ങനെ തന്നെ പഠിക്കാം. So the memory does not depend on an electric current to save data. Instead, data is written to individual cells using binary code. ബൈനറി കോഡ് ഉപയോഗിച്ചിട്ട് ഓൾറെഡി പെർമനന്റ്ലി സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് എന്തോ അതാണ് റോം എന്ന് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ സിസ്റ്റം ഓഫ് ആക്കി കഴിഞ്ഞാൽ ഇല്ലെങ്കിലും ആ റോം എന്ന് പറയുന്ന ഒരു മെമ്മറി ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങളുടെ ഒരു പെർമനന്റ് ആയിട്ടുള്ള സിസ്റ്റത്തിലുള്ള ഡാറ്റയും കാര്യങ്ങളൊക്കെ ആസച്ച് അവിടെ തന്നെ കാണും. സിസ്റ്റം ഓടുന്ന സമയത്തുള്ള മെമ്മറിയും കാര്യങ്ങളൊക്കെ എന്താണ് അതാണ് റാം എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ആ രീതിയിലുള്ള കാര്യങ്ങൾ ഒന്ന് ബേസിക്കലി ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഈ ഡിഫറൻസും കാര്യങ്ങളും കുറച്ച് ഇമ്പോർട്ടന്റ് ആണ്. ഡിഫറൻസ് ക്ലിയർ അല്ലേ? ഫൈൻ. ആ ഡിഫറൻസ് അത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം, സംതിങ് വെരി ഇമ്പോർട്ടന്റ്. ഇനി രണ്ട് ടെർമിനോളജി കൂടെ നമുക്ക് പറയാം. CPU, ഫോട്ടോ കാണിച്ചെന്നില്ലേ? CPU എന്ന് പറയുന്നത് ഇറ്റ്സ് എ സെൻട്രൽ പ്രോസസിങ് യൂണിറ്റ്. നമ്മുടെ സിസ്റ്റത്തിന്റെ, അതായത് നമുക്ക് മോണിറ്ററിലെല്ലാം കാണുന്നുണ്ടെങ്കിൽ ആക്ച്വലി അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഫംഗ്ഷനിങ് ഒക്കെ നടക്കുന്നത് CPU യുടെ അകത്താണ്. സെൻട്രൽ പ്രോസസിങ് യൂണിറ്റ് കണ്ടോ, എല്ലാ പ്രോസസ്സും അവിടെയാണ് നടക്കുന്നത്. ഒരു കമ്പ്യൂട്ടർ വർക്ക് ചെയ്യണോ അല്ലെങ്കിൽ ഒരു സിസ്റ്റം വർക്ക് ചെയ്യണോ അവിടെയാണ് അത് നടക്കുന്നത്. അപ്പൊ നമുക്ക് അങ്ങനത്തെ ഒരു ബോഡി തന്നെ വേണോ? വേണ്ട. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഞാൻ ഉപയോഗിക്കുന്ന ലാപ്ടോപ്പിന്റെ അകത്തും CPU ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട്. സോ ഇസ് ദ പ്രൈമറി കോമ്പണന്റ്, ഏറ്റവും പ്രധാനപ്പെട്ട കോമ്പണന്റ് ആണ് ഓഫ് എ കമ്പ്യൂട്ടർ ദാറ്റ് ആക്ട് ഇസ് എ കൺട്രോൾ സെന്റർ. അതായത് കൺട്രോൾ സെന്റർ ആണ് CPU. CPU എന്ത് എത്രമാത്രം പെർഫോമിംഗ് ആണ് അതിനനുസരിച്ച് സിസ്റ്റം വർക്ക് ചെയ്യുന്നുള്ളത്.
സോ ഇറ്റ്സ് എ സെൻട്രൽ ഓർ മെയിൻ പ്രോസസർ. CPU ഇല്ലേ, സിസ്റ്റം വർക്ക് ചെയ്യാൻ പോകുന്നില്ല. സോ CPU ആണ് എന്ത് ചെയ്യുന്നത്, ഇന്റർപ്രറ്റ് ചെയ്യുന്നത്, പ്രോസസ് ചെയ്യുന്നത്, അതുപോലെ ഓരോ ഇൻസ്ട്രക്ഷനെ എക്സിക്യൂട്ട് ചെയ്യുന്നതൊക്കെ CPU ആണ്. ഫ്രം ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ പ്രോഗ്രാംസ് റണ്ണിങ് ഓൺ ദ ഡിവൈസ്. അപ്പൊ CPU ഇല്ലാതെ ഒരു സിസ്റ്റം വർക്ക് ചെയ്യാൻ പറ്റില്ല. ഇനി അതേപോലെ നെറ്റ്വർക്ക് ഇന്റർഫേസ് കാർഡ് എന്ന് പറയുന്ന ഒരു കാർഡ് ഉണ്ട്. ഇതാണ് ആ കാർഡ്. നിങ്ങൾ നിങ്ങളുടെ ലാപ്ടോപ്പും കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കുന്ന സമയത്ത് സൈഡിൽ നിങ്ങൾക്ക് ഒരുപാട് പോർട്ടുകൾ കാണാൻ പറ്റും, കുത്താൻ പറ്റുന്നത്. ഓക്കെ, അതാണ് നെറ്റ്വർക്ക് ഇന്റർഫേസ് കാർഡ് എന്ന് പറയുന്നത്, NIC. ഇറ്റ്സ് എ ഹാർഡ്വെയർ കോമ്പണന്റ്. ഇങ്ങനെ കാണാൻ പറ്റുന്ന, തൊടാൻ പറ്റുന്നതുകൊണ്ട് ഹാർഡ്വെയർ കോമ്പണന്റ് ദാറ്റ് കണക്ട്സ് എ കമ്പ്യൂട്ടർ ടു എ നെറ്റ്വർക്ക്. കമ്പ്യൂട്ടറിനെ ഒരു നെറ്റ്വർക്കുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒന്നാണ്. അലോയിങ് ടു സെൻഡ് ആൻഡ് റിസീവ് ഡാറ്റ വിത്ത് അതർ ഡിവൈസസ് ഓൺ ദ നെറ്റ്വർക്ക്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് ഇവിടെ ഈതർനെറ്റ് എന്ന് പറയുന്ന ഒരു വാക്ക് കാണാൻ പറ്റുന്നില്ലേ? ഈ ഈതർനെറ്റിന്റെ ഒരു കേബിള് ഇതിലോട്ട് ഡയറക്റ്റ് കുത്തി കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, വൈഫൈ കണക്ഷൻ കുറച്ചുകൂടി സ്പീഡിൽ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അതിനുള്ള ഒരു പോർട്ട് ഉണ്ട്. നിങ്ങളുടെ എല്ലാവരുടെ ലാപ്ടോപ്പിൽ ഒന്ന് സൈഡിൽ നോക്കിയാൽ മതി. അതിനാണ് നെറ്റ്വർക്ക് ഇന്റർഫേസ് കാർഡ് എന്ന് പറയുന്നത്. ആ കാർഡിലാണ് ഈ കണക്ഷൻസ് നടക്കുന്നത്. സോ ഈ NICസിനെ ഈതർനെറ്റ് കാർഡുകൾ എന്നൂടെ വിളിക്കാറുണ്ട്, അല്ലെങ്കിൽ ലാൻ കാർഡുകൾ എന്ന് വിളിക്കാറുണ്ട്, ഒരു നെറ്റ്വർക്ക് അഡാപ്റ്റേഴ്സ് എന്നൂടെ വിളിക്കാറുണ്ട്. നെറ്റ്വർക്ക് അഡാപ്റ്റേഴ്സ് എന്ന് വിളിക്കാറുണ്ട്. ഇതിൽ ഒരു സ്പെസിഫിക് ഇൻഫർമേഷൻ നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത്, ഈ നെറ്റ്വർക്ക് ഇന്റർഫേസ് കാർഡ് എന്ന് പറയുന്ന NICs അത് വയേർഡ് ആകാം, വയർലെസ്സും ആകാം എന്നുള്ള. ഫോർ എക്സാമ്പിൾ, വയേർഡ് ആയിട്ടുള്ള, ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ ഈതർനെറ്റ് പോർട്ടിലോട്ട് ഇങ്ങനത്തെ ഒരു കേബിൾ ആണെന്ന് നിങ്ങൾ വിചാരിക്കാം. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഇതൊരു കേബിൾ ആണ്. ഈ കേബിൾ ഞാൻ അതിലോട്ട് കുത്തുന്നതാണെങ്കിൽ വയേർഡ് ആണ്. ഓക്കെ, അപ്പൊ വയേർഡ് ആയിട്ടുള്ള ഈതർനെറ്റ് കേബിൾ ഉണ്ടാകാം. അല്ലെങ്കിൽ വയർലെസ് ആയിട്ടും NIC പ്രവർത്തിക്കും യൂസിങ് റേഡിയോ ഫ്രീക്വൻസീസ് ബൈ ആന്റിന അടിസ്ഥാനത്തിൽ. അപ്പൊ ഇവിടെ പരീക്ഷയ്ക്ക് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത്, NICയുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ വയേർഡ് ഓൺലി എന്നൊക്കെ ചിലപ്പം തരും. വയേർഡ് മാത്രമല്ല, വയർലെസ്സിലും അത് ഫംഗ്ഷൻ ചെയ്യുന്നുള്ള കാര്യം ഒന്ന് അറിഞ്ഞിരിക്കുക. അപ്പൊ ഇവിടെ നമ്മൾ ഇപ്പൊ പഠിച്ചത് റാം എന്ത്, റോം എന്ത്, CPU എന്ത്, നെറ്റ്വർക്ക് ഇന്റർഫേസ് കാർഡ് എന്ത്, ഇതൊക്കെ ഒരു സിസ്റ്റം ഫംഗ്ഷൻ ചെയ്യാൻ അനിവാര്യമായിട്ടുള്ള ചില ഘടകങ്ങളാണ്. അതിൽ മെമ്മറി സ്റ്റോറേജുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ റാമും റോമും പറഞ്ഞു. റാമിന്റെ തന്നെ നമ്മൾ സെക്കൻഡറി സ്റ്റോറേജ് ആയിട്ട് HDDയും SSDയും പറഞ്ഞു കേട്ടോ. പിന്നെ CPU എന്താന്ന് പറഞ്ഞു, നെറ്റ്വർക്ക് ഇന്റർഫേസ് കാർഡ് എന്താണെന്ന് പറഞ്ഞു. ഇത്രയും കാര്യങ്ങളാണ് സോഫാർ നമ്മൾ ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ ആയിട്ട് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഇനി നിങ്ങൾക്കുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് കൃത്യമായിട്ട് വായിച്ചിട്ട് നിങ്ങൾ ഓരോരുത്തരും ആൻസർ ചെയ്യണം. നിങ്ങൾക്ക് ഈ ടോപ്പിക്ക് മനസ്സിലായിട്ടുണ്ടോ ഇല്ലേ എന്ന് അറിയുന്ന ഒരു ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആണ്. ദ ക്വസ്റ്റ്യൻ ഈസ് വെരി സിമ്പിൾ. ഞാൻ വായിച്ചു തരാം, നിങ്ങൾ ഇതിന്റെ ആൻസർ മാത്രം ഒന്ന് കമന്റ് ചെയ്ത് തന്നാൽ മതി. എനി പീസ് ഓഫ് ഡാറ്റ ക്യാൻ ബി റിട്ടേൺ ഇൻ എ കോൺസ്റ്റന്റ് ടൈം റിഗാർഡ്ലെസ് ഓഫ് ഇറ്റ്സ് ഫിസിക്കൽ ലൊക്കേഷൻ ആൻഡ് വെദർ ഓർ നോട്ട് ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ദ പ്രീവിയസ് പീസ് ഓഫ് ഡാറ്റ യൂസിങ് വിച്ച് ഓഫ് ദ ഫോളോയിങ്. അതായത് താഴെ കൊടുത്തിരിക്കുന്ന ഏത് മെത്തേഡ് വെച്ചിട്ടാണ് നമുക്ക് ഒരു ഡാറ്റയുടെ ഒരു പീസ് ഒരു കോൺസ്റ്റന്റ് ടൈമിൽ നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റുന്നത് എന്നുള്ള ഒരു ചോദ്യമാണ് നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ആൻസർ നിങ്ങൾ എല്ലാവരും കമന്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങൾക്ക് കോൺസെപ്റ്റും കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടോ നോക്കുക. ഇത് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നിങ്ങൾ ഇതൊരിക്കലും മിസ്സാക്കരുത്. ഓക്കെ, ഈ വീഡിയോ നിങ്ങൾ കഴിഞ്ഞൊരു 20 മിനിറ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ക്വസ്റ്റ്യന് നിങ്ങൾ ആൻസർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. അതുപോലെ നിങ്ങൾ ഇതിന്റെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സസ് കാര്യങ്ങളും ഓൾറെഡി കിട്ടാത്തവരാണെങ്കിൽ ക്രിസ്റ്റലിന്റെ പേപ്പർ 1 ക്ലാസ്സസിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. മെന്റർഷിപ്പ് ബാച്ച് ഉണ്ട്, അതുപോലെ ഫുൾ കോഴ്സ് ഉണ്ട്, നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാം. ഓക്കെ, അപ്പൊ അല്ലാത്തൊരു ഓൾറെഡി ക്ലാസ് കിട്ടിയവരാണെങ്കിൽ ആ പോർഷൻസ് ഒക്കെ കൃത്യമായിട്ട് റിവൈസ് ചെയ്യാനും ശ്രമിക്കുക. മാക്സിമം നിങ്ങൾ ഈ വീഡിയോ ബാക്കിയുള്ള ഫ്രണ്ട്സുമായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യൂ. നിങ്ങളുടെ സ്റ്റാറ്റസ് ആക്കാൻ പറ്റുന്നവരൊക്കെ വാട്സപ്പ് വഴി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഈ ഫ്രീ ക്ലാസ്സസും നോട്ട്സും കാര്യങ്ങളിലൂടെ എല്ലാവരും പഠിക്കട്ടെ. ഷെയറിംഗ് ഈസ് കെയറിംഗ്. അപ്പൊ ഡോണ്ട് മിസ് ഗൈസ്. മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇന്നത്തെ ഡിസ്കഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കൂടെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്താൻ പറ്റിക്കഴിഞ്ഞാൽ ദാറ്റ്സ് എ ഗ്രേറ്റ് സപ്പോർട്ട്. ദാറ്റ്സ് ഓൾ. താങ്ക് യു. അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.